ഇങ്ങനെയും ഒരു ആദ്യരാത്രി. രചന വിജയ് സത്യ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മീനൂട്ടിയുടെ വിവാഹരാത്രിയാണിന്ന്. നവവധുവിൻ്റെ എല്ലാ പരിവേഷത്തോടും കൂടി അവൾ ബെഡിൽ 2 കാലം കുത്തിയിരുന്നു. മനു ബെഡ്റൂമിന് പുറത്ത് ഹാളിൽ അമ്മയോട് അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞ ഉടനെ അവൾ നേരെ ബെഡ്റൂമിലേക്ക് കയറി വന്നിരുന്നതാണ്. നീ നടന്നോ, ഞാൻ വരാം. അല്പം കഴിഞ്ഞ് അകത്ത് കയറി വന്ന അവൻ്റെ കയ്യിൽ പാൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. ഒരു കൈയിൽ പാൽ ഗ്ലാസും പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഡോറടച്ച് ടവർ ബോൾട്ടിടുമ്പോൾ അവൾക്ക് ആദ്യ രാത്രിയുടെ തുടക്കത്തിലേക്ക് പോകുന്ന ആശങ്ക കാരണം അല്പം ഭയം വന്നു. അവൾ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. വേണ്ട, അവിടെ ഇരുന്നു എന്ന് പറയുമ്പോഴേക്കും അവൾ നിന്നിരുന്നു. മനു പാൽ ഗ്ലാസ് മീനൂട്ടിക്ക് നേരെ കാട്ടി. ആദ്യം മനു കുടിക്കും. അവൾ അവന് അനുവാദം നൽകി. മനു ചുണ്ടോട് ചേർത്ത് അല്പം കുടിച്ച് പിന്നെ പാൽ ഗ്ലാസ് അവൾക്ക് നൽകി. മീനൂട്ടി വാങ്ങി മീനൂട്ടി അല്പം കുടിച്ചു. എന്താ കുറച്ച് മാത്രം കുടിച്ച? നേരത്തെ താൻ കഴിച്ചപ്പോൾ ഇത്തിരി വെള്ളം കുടിച്ചോളൂ എന്ന് അമ്മ പറഞ്ഞല്ലോ. അവളൊന്നും പറയാത്ത താഴോട്ട് നോക്കി പൊട്ടിച്ചിരിച്ചു. മനു മീനൂട്ടിയെ പിടിച്ച് ബെഡിലിരുത്തി കൂടെ അവനെ ഇരുന്നു. കുറേ നേരം വൈകുവോളം സംസാരിച്ചു. പിന്നെ ഇരുവരും കിടന്നിട്ട് എന്തെങ്കിലും പറയണ്ടേ? തനിക്ക് ഇണങ്ങിയ പെണ്ണ് തന്നെ, നല്ല സ്വഭാവവും പെരുമാറ്റവും. അവനവളെ തഴുകി തലോടി അവളിലുള്ള സ്ത്രീത്വം ഉണർത്തി. അവളുടെ കുളിർ സ്പർശനത്താൽ അവനിലെ പൗരുഷം ആഴങ്ങളെ പുൽകുമ്പോൾ ഇരുവരും ആ നിമിഷം ഒന്നായി അലിഞ്ഞു. ആ ആദ്യരാത്രി തന്നെ അവരുടെ ദാമ്പത്യ വലരി പൂവിടുകയും പരസ്പരം പൂന്തേനുണ്ണുകയും ചെയ്തു. എന്നാൽ ഒരു സംശയം, വെള്ളവും പാലും കുറച്ചേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ച് എന്തിനാ? മീനൂട്ടി, ആ ശീലം എനിക്ക് ഇപ്പോഴും ഉണ്ടോ? മനു തമാശയ്ക്ക് ചോദിച്ചു. പോടാ. മീനൂട്ടി മനുവിനെ ബെഡിൽ നിന്ന് തള്ളി മാറ്റി. നീ പട്ടുസാരി ആഭരണങ്ങളൊക്കെ മാറി ഫ്രഷ് ആവുന്നില്ലേ? ഞാൻ പറഞ്ഞാണല്ലോ, ഈ വേഷത്തിൽ എനിക്ക് മനുവിൻ്റെ കൂടെ കുറേ നേരം ഇങ്ങനെ ഇന്ന് രാത്രി മുഴുവൻ കിടക്കണമെന്ന്. എന്താ പേടിയാവുന്നോ? എങ്കിൽ മോൻ താഴെ തറയി കിടന്നോ? ഞാൻ ചുമ്മാ ചോദിച്ചാ. അപ്പോൾ ഫ്രഷ് ആവണ്ടേ? അവനതും ചോദിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. ഈ വസ്ത്രം ഞാൻ മോശമാക്കുവേ. വേണ്ട, എന്നെ കളിയാക്കിയില്ലേ, അതുകൊണ്ട് തറയി കിടന്നാൽ മതി. കൃത്രിമ ദേഷ്യം നടിച്ച് മീനൂട്ടി മനുവിനെ പിടിച്ച് ബെഡിൽ നിന്ന് ശക്തമായി തള്ളി മാറ്റി. മനു ബലം പിടിച്ച് കിടന്നതിനാൽ പകരം മീനൂട്ടി ബെഡിൽ നിന്നും പട്ടുസാരി വഴുതി താഴെ നടുതള്ളി വീണു. അതുകൊണ്ട് മനു പൊട്ടിച്ചിരിച്ചു. അന്ന് അവരുടെ ആദ്യരാത്രി ആയിരുന്നു. എല്ലാ വിവാഹവും പോലെ ആനന്ദദായകമായ സുന്ദര സുരഭില മുഹൂർത്തങ്ങളും അനർഘ നിമിഷങ്ങളും സമ്മാനിച്ചുകൊണ്ട് പകൽ കടന്നുപോയി. സ്വപ്നങ്ങളിൽ മാത്രം താലോലിച്ചിരുന്ന അനുഗ്രഹീത രാത്രി കടന്നു വന്നതാണ് ഇരുവർക്കും. വിവാഹ നിശ്ചയത്തിന് ശേഷം 1 മാസക്കാലം ഫോണിലൂടെ ഇരുവരും സംസാരിക്കാത്ത പല കാര്യങ്ങളും ആദ്യരാത്രി വിഷയമായി. കൊച്ചു കൊച്ചു തമാശകളും ചില നൊമ്പരങ്ങളും പരസ്പരം ഇരുവരും പങ്കുവച്ചു. അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് മനുവിൻ്റെ ആ ചോദ്യം. അപ്പോഴാണ് അവൾ തമാശക്ക് അവനെ പിടിച്ച് തള്ളിയതും അവൾ സ്വയം താഴെ വീണതും. അല്പം ചമ്മി അവൾ വീണ്ടും കയറി കിടന്നു. അവളുടെ സ്മരണകൾ മനുവിനോട് പറഞ്ഞ ആ കുട്ടിക്കാല സംഭവത്തിലേക്ക് ഓടിപ്പോയി. മീനൂട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ബർത്ത്ഡേക്ക് അണിയാൻ അവൾക്കൊരു പുത്തനുടുപ്പ് എടുക്കാൻ വേണ്ടി അച്ഛനും അമ്മയും അവളെയും കൂട്ടി റെഡിമെയ്ഡ് ഷോപ്പിൽ ചെന്നു. മിഡിയും സ്കേർട്ടും ഫ്രോക്കും ജീൻസ് ആൻഡ് ഷർട്ട്, അങ്ങനെ ഒരുപാട് കോമ്പിനേഷനുകളിൽ നിന്ന് കുഞ്ഞു മീനൂട്ടി ഒരു ഫ്രോക്കാണ് തിരഞ്ഞെടുത്തത്. അവൾക്ക് നന്നായി ചേരും. അച്ഛനും അമ്മയും അത് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. വീട്ടിലേക്ക് തിരിച്ചു. നാളെയാണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നുമില്ലേ മമ്മി? അത് സർപ്രൈസാ, മോൾക്ക് പപ്പ രാത്രി തരും കേട്ടോ. ഓക്കെ മമ്മി. അവൾ സമ്മതിച്ചു. അന്ന് രാത്രി കൃത്യം 12 മണിയായപ്പോഴാണ് മീനൂട്ടി ഒരു ശബ്ദം കേട്ട് ഉണർന്നത്. തൻ്റെ കയ്യിൽ നിന്നാണ്. ഒരു വാച്ചാണ് സംസാരിക്കുന്നത്. സമയം 12 മണി ആയിരിക്കുന്നു എന്ന്. ഹായ്, സംസാരിക്കുന്ന വാച്ച്. അവൾക്ക് സന്തോഷമായി. അവൾ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ബലൂണുകളും കളിപ്പാട്ടങ്ങളും വർണ്ണത്തോരണങ്ങളും കൊണ്ട് റൂം അലങ്കരിച്ചിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ഛനും അമ്മയും മീനുമോൾക്ക് ബർത്ത്ഡേ ആശംസിച്ചു. മോള് കിടന്നോ? നാളെ രാവിലെയാണ് ആഘോഷം. താങ്ക് യു പപ്പ. താങ്ക് യു മമ്മി. എനിക്ക് എൻ്റെ ഉടുപ്പ് ഫ്രോക്ക് ഇപ്പോൾ ഇടണം. അതിനെന്താ, ഇട്ടോളൂ. അച്ഛനും അമ്മയും സമ്മതിച്ചു. അങ്ങനെ പുതുതായി വാങ്ങിച്ച ഫ്രോക്ക് ഇട്ട് അവൾ കിടന്നുറങ്ങി. നാളത്തെ ബർത്ത്ഡേ ആഘോഷ സ്മരണയിൽ അവളൊരു സുന്ദര സ്വപ്നത്തിലേക്ക് വഴുതി വീണു. മീനൂട്ടി അമ്മയും ഒന്നിച്ചൊരു പാടവരമ്പിലൂടെ നടക്കുകയാണ്. കുറേ നടന്ന് ധാരാളം ചിത്രശലഭങ്ങളും കിളികളും പാറി നടക്കുന്ന ഒരു പൂക്കളുള്ള കുന്നിൻ ചെരുവിലെത്തി. കുറേ നേരം അവയോടൊപ്പം ചെലവഴിച്ചിട്ടും തിരിച്ചു പോരാൻ മനസ്സ് വന്നില്ല. പൂക്കളൊക്കെ കൂടയിൽ ശേഖരിച്ചു. വരാൻ കൂട്ടാക്കാത്ത അവളെ അമ്മ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോൾ മുള്ളാൻ മുട്ടി. ബാത്റൂമിൽ കയറി. സ്വപ്നത്തിലാണ് ബാത്റൂമിൽ കയറിയതെങ്കിലും പുത്തനുടുപ്പും ശരീരവും ബെഡുമാകെ നനഞ്ഞ് ചൂട് പടർന്നപ്പോൾ ഉണർന്നു. നേരം പരപരാ വെളുത്തിരിക്കുന്നു. അവർക്ക് ബോധ്യമായി താൻ വീണ്ടും പഴയതുപോലെ കിടക്കയിൽ മുള്ളിയിരിക്കുന്നു. അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അച്ഛനും അമ്മയും ഉണർന്നു നോക്കുമ്പോൾ ആകെ നനഞ്ഞു കിടക്കുന്നു. നീ ഇനിയും നിർത്തിയിട്ടില്ലല്ലേ നിന്റെ ഈ ശീലം? വസ്ത്രവും പെട്ടു ആകെ നാശായി.
അമ്മ ശകാരം തുടങ്ങി. നീ ചുമ്മാതിരി. പപ്പ മമ്മയെ കൂളാക്കി. സാറില്ല മോളെ, മോൾക്കിടയ്ക്ക് ശീലം നിന്നതാണല്ലോ. പപ്പ സമാധാനിപ്പിച്ച് പറഞ്ഞു. അവൾക്ക് ഇത്തിരി ആശ്വാസമായി. ഞാൻ 2ാം ക്ലാസ്സിൽ പോയ ശേഷം പിന്നെ ബെഡിൽ മൂത്രമൊഴിച്ചിട്ടില്ലല്ലോ, ഇന്ന് ആദ്യമായിട്ടോ പപ്പ. അവൾ സങ്കടപ്പെട്ട് പറഞ്ഞു. സാരല്ല മോളെ, നമുക്ക് വേറെ വസ്ത്രം വാങ്ങിക്കാം കേട്ടോ, പപ്പ ധൈര്യം നൽകി പറഞ്ഞു. അങ്ങനെ അന്നത്തെ ബർത്ത്ഡേ കുളമായി. ഈ സംഭവം മനുവിനോട് പറഞ്ഞാണ് മനുവിൻ്റെ വക കിട്ടിയ ഈ കളിയാക്കൽ. നീ പേടിക്കണ്ട കേട്ടോ, ഇനി ഞാൻ കളിയാക്കില്ല. അവൾ മൂളി. ആ കൊച്ചു കുഞ്ഞിനെപ്പോഴുള്ള മൂളലിൽ നിന്ന് അവൻ മനസ്സിലാക്കി. അന്നത്തെ ഷോക്കും നാണക്കേടും ഇപ്പോഴും അവളിലുണ്ട്. നീ ധൈര്യമായിട്ട് കിടന്നോ, ഞാനില്ലടി നിന്റെ കൂടെ. അവൾ കാതരയായി മൂളി. ഞാൻ എൻ്റെ കാല് കട്ടിൽ പിടിച്ച് കെട്ടിയിട്ടോളാം, അവൻ സ്നേഹാർദ്രമായി പറഞ്ഞു. എന്തിന്? ഒഴുകി പോവാതിരിക്കാൻ. എടോ നിന്നെ. ഈ പ്രാവശ്യം 2 കാലം കൊണ്ട് അവൾ മനുവിനെ ചവിട്ടി തെറിപ്പിച്ചു ബെഡിൽ നിന്നു.